ടോഷ്മാസ് കിച്ചണിൻ്റെ പുതിയൊരു ക്രിസ്മസ് എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്ന ഒരു സിനമൺ റോൾസിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ സിനമൺ റോൾസ് നമുക്ക് തയ്യാറാക്കാം. അതുപോലെ തന്നെ നമുക്ക് വീടുകളിൽ നമുക്ക് ബ്രെഡിൻ്റെ സൈഡ് നമ്മൾ കട്ട് ചെയ്ത് സാൻഡ്വിച്ചൊക്കെ തയ്യാറാക്കുമ്പം ഈ സൈഡ് വെറുതെ പോവുകയാണ് സാധാരണയായിട്ട്. അത് വെച്ചിട്ട് നമുക്കൊരു സിനമൺ റോള് തയ്യാറാക്കാം. ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമ്മൾ ഈ ബ്രെഡിൻ്റെ സൈഡ് നമുക്ക് വേണം. ഈ ബ്രെഡിൻ്റെ സൈഡ് നമ്മൾ ഇങ്ങനെ ഒന്ന് ചുരുട്ടിയെടുക്കണം സിനമൺ റോളിൻ്റെ ഷേപ്പിൽ. എന്നിട്ട് നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് കുത്തി കൊടുക്കണം. ഇത് മൾട്ടിഗ്രെയിൻ ബ്രെഡായിരുന്നു, അതുകൊണ്ടാണ് ഇതിൻ്റെ ഫ്ലാക്സ് സീഡ്സ് ഒക്കെ ഇതിൻ്റെ സൈഡിലുള്ളത്. നമുക്ക് സാധാരണ ബ്രെഡ് വെച്ചിട്ടാണെങ്കിലും മതി, അതിൻ്റെ സൈഡ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇങ്ങനെ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് പഞ്ചസാര വേണം, അതുപോലെ ബട്ടർ വേണം, പിന്നെ കുറച്ച് വെള്ളം വേണം, അതുപോലെ സിനമൺ പൗഡർ വേണം, കറുവാപ്പട്ട പൊടിച്ചത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ സിനമൺ റോള് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. പഞ്ചസാര കാരമലൈസ്ഡ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ കാരമലൈസ്ഡ് സിറപ്പ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു ബട്ടർ സ്കോച്ച് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർക്കണം. ബട്ടർ ഉരുകുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ബ്രെഡിൻ്റെ ക്രസ്റ്റ് വെച്ചിട്ട് നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ റോൾസായിട്ട്, ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് തിരിച്ചു വിട്ട് കൊടുക്കണം. ഈ കാരമലൈസ്ഡ് സിറപ്പിലൊന്ന് സോക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് തീ കുറച്ച് സമയം ഒന്ന് വെക്കണം. ഇതൊന്ന് ബ്രൗൺ കളറായിട്ട് ഒന്ന് ടോസ്റ്റഡ് ആയിട്ട് കിട്ടണം. നമുക്ക് കാരമൽ സിറപ്പാണല്ലോ, അപ്പം ഇത് നമുക്കൊന്ന് ഒരു കാരമൽ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതാ നമ്മൾ സിനമൺ റോൾസ് റെഡിയാക്കി. സിനമൺ റോൾസ് എന്ന് പറയുമ്പോൾ സിനമൺ പൗഡർ വേണമല്ലോ, അപ്പോൾ കുറച്ച് കറുവാപ്പട്ട പൊടിച്ചത് നമുക്ക് ഇതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഓൾറെഡി മധുരം ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര പൊടിച്ചതിൽ കുറച്ച് കറുവാപ്പട്ട പൊടിച്ചതും കൂടി ഇട്ടിട്ട് അത് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഈ പഞ്ചസാര പൊടിച്ചതും അതുപോലെ തന്നെ സിനമൺ പൗഡർ കൂടി മിക്സ് ചെയ്തിട്ട് സിനമൺ ഷുഗർ നമുക്ക് റെഡിയാക്കാം. എന്നിട്ട് അത് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താലും മതി. നമ്മൾ കട്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ബ്രെഡിൻ്റെ ക്രസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഇതുപോലെ സിനമൺ റോളായിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഇതൊരു ക്രിസ്മസ് റെസിപ്പിയാണ്. തീർച്ചയായിട്ടും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കും ഒക്കെ ഉറപ്പായിട്ടും ഇഷ്ടമാവും. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.